Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എന്തെങ്കിലും ഒരു ചെറിയൊരു റീസൺ കാരണം ബ്രേക്കപ്പ് ആവാം എന്നൊക്കെ പറഞ്ഞ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും പാച്ചപ്പ് ആവുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് ഡിറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ആ റിലേഷൻഷിപ്പ് സേവ് ചെയ്യാൻ പറ്റുക, അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില സ്റ്റെപ്സുകളുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് പാച്ചപ്പ് ആവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വളരെ നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും ചെറിയൊരു കാരണം കൊണ്ടൊക്കെ ആയിരിക്കാം റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ഒരു ഡിസഗ്രിമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം. അതായത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ തീരാവുന്ന ഒരു പ്രശ്നമായിരിക്കും. പക്ഷെ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് പോയിട്ട് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് പല ആളുകൾക്കും സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുമായിട്ട് ഡിറ്റാച്ച് ആവുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഡിറ്റാച്ച് ആവുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ സ്പേസിലേക്ക് ഇടിച്ചു കയറി അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ പെരുമാറാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നിരന്തരം മെസ്സേജ് അയക്കുക, കോൾ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു രീതി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആവുക. നിങ്ങളുടെ സ്പേസ് നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. അവർക്ക് തിങ്ക് ചെയ്യാനുള്ള ഒരു സമയം അലോ ചെയ്യുക. അതൊന്നും അലോ ചെയ്യാതെ അവരെ നിരന്തരം പുറകെ നടന്ന് ചേസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുക. പകരം ഡിറ്റാച്ച് ആവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. ഒരു പക്ഷേ ഇതാണ് ആ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. എങ്കിലും ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് സേവ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, നോ കോണ്ടാക്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഓരോ ഇഷ്യൂസിനനുസരിച്ചും, അതായത് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഓരോ ഇഷ്യൂസ് അതിന്റെ തീവ്രതയ്ക്കനുസരിച്ചിട്ടാണ് ഈ ഒരു നോ കോണ്ടാക്ട് റൂൾ പീരിയഡ് ടൈം തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് എത്തിയത് എന്ത് ഇഷ്യൂ കൊണ്ടാണോ അതിന്റെ ഒരു തീവ്രതയ്ക്കനുസരിച്ച് നിങ്ങളുടെ നോ കോണ്ടാക്ട് പീരിയഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നോ കോണ്ടാക്ട് പീരിയഡിലായിരിക്കുന്ന സമയത്ത് തീർച്ചയായും അവരെ പോയി ചേസ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ അപ്ഡേഷൻസ് നിരന്തരം പോയി ചെക്ക് ചെയ്ത് നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യണം. ഇങ്ങനെ നമ്മളിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടൈം, അല്ലെങ്കിൽ അതിനുവേണ്ടി നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ ലൈഫ് കുറെ കൂടി ബിസി ആക്കി വെക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ബിസി ആക്കി വെക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സിനെയൊക്കെ ഡൈവേർട്ട് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സിലേക്ക് നമ്മൾ അകപ്പെടാതെ സ്വയം നമുക്ക് നമ്മളെ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരു പക്ഷേ പല ആളുകൾക്കും ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുമ്പോഴേക്കും ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു കാര്യം വരും. പലപ്പോഴും അതായിരിക്കും ആ റിലേഷൻഷിപ്പിനെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പിന്നീട് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ ലൈഫിനെ കുറെ കൂടി ബിസി ആക്കി വെക്കുക എന്നുള്ളതാണ്. ഇതിനായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ എനർജി മാക്സിമം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കൂടി ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫ് കുറെ കൂടി നമുക്ക് ബിസി ആക്കി വെക്കാൻ പറ്റും. ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് ഒക്കെ കുറെ കൂടി കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ബിസി ആക്കി വെക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ടൈമിൽ സെൽഫ് ലവ് മാക്സിമൈസ് ചെയ്യാൻ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ചെറിയൊരു കാരണം കൊണ്ട് നമ്മളോട് പിണങ്ങിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് നമുക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം, ഫിയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള നെഗറ്റീവ് ഇമോഷൻസിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് സെൽഫ് ലവിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ സെൽഫ് ലവ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഈ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഈ ഒരു സ്പേസിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പൊ നിങ്ങളുടെ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ എപ്പോഴും മാക്സിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇനീഷ്യേറ്റീവ് എടുക്കുക. ഇവിടെ നിങ്ങൾ സെൽഫ് ലവ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അതിന്റെ ബെനിഫിറ്റ് നിങ്ങളുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ആവും എന്നുള്ളതാണ്. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് കൂടി അത് നിങ്ങൾ പറയാതെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുണ്ടായ ഒരു മിസ്റ്റേക്ക് കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ സെൽഫ് ലവ് വഴി നിങ്ങളത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് പറയാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പക്ഷെ പെട്ടെന്ന് തന്നെ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ മാറിയ റിലേഷൻഷിപ്പ് പാച്ചപ്പ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്കൊരു റിലേഷൻഷിപ്പ് ചെറിയൊരു പ്രശ്നം കാരണമാണ്, അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടായ ഒരു വാക്കുതർക്കത്തിൻ്റെ ഒക്കെ പേരിലാണ് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ പ്രാക്ടിക്കലായി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റെപ്സുകളാണ്. ഇതിൽ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് മെത്തേഡുകളുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മൾ അത്രയധികം സ്നേഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള മെത്തേഡുകൾ ആക്ച്വലി ലോ ഓഫ് അട്രാക്ഷനിലുണ്ട്.
അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോയിന്റുകളല്ല ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ സജഷൻസ് കിട്ടിയാൽ കൊള്ളാമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്